അപ്പോൾ വിജയിക്കാനുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്, പക്ഷെ അതിലെല്ലാവരും വിജയിക്കില്ല. അതെ. ഇഷ്ടത്തോട് കൂടിയിട്ട്, പാഷനായിട്ട്, നല്ല കാഴ്ചപ്പാടോട് കൂടിയിട്ട് ആ മേഖലയിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതൊരു കരിയറിലും ഏതൊരാൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഏതൊരു രക്ഷിതാവിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ ഞാനും ഇങ്ങനെയായി, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇങ്ങനെ ആവരുത് എന്നുള്ളത് കൂടിയുണ്ട്. അതും കൂടി നമ്മൾ കൂട്ടിച്ചേർക്കണം. അതെ, രക്ഷിതാക്കൾ എല്ലാവരുടെയും ആഗ്രഹം, 10ാം ക്ലാസ് കഴിഞ്ഞ രക്ഷിതാവിൻ്റെ ആഗ്രഹം തൻ്റെ മകൻ തൻ്റെ മകൾ ഏത് കോഴ്സിന് പോകാനായിരിക്കും. സയൻസ് എടുക്കണം, സയൻസേ ലോകത്തിൽ വിജയിക്കുന്ന ചില ആൾക്കാർ വിജയിക്കും. അങ്ങനെയൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ടീച്ചറും ട്രെയിനറുമായ ഷമീം എം വണ്ടൂരാണ് നമ്മുടെ കൂടെയുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ റിസൾട്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ റിസൾട്ട് പ്രഖ്യാപിച്ചു. റിസൾട്ടിന് ശേഷമുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഷമീം സലാഹിയെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച റിസൾട്ടുമായി ബന്ധപ്പെട്ട റിസൾട്ടിന് കാത്തു നിൽക്കുന്ന രക്ഷിതാക്കളോടും കുട്ടികളോടുമാണ് നമ്മൾ സംസാരിച്ചത്. ഇപ്പോൾ റിസൾട്ടൊക്കെ വന്നു, ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം അവരെ മാർക്കും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ഒക്കെ കിട്ടിയ ആളുകളുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ആളുകൾ പെട്ടെന്ന് എന്താ പറയുക, ഒന്ന് ബ്രേക്കായി നിൽക്കുന്നത് കാണാൻ പറ്റും. ഇനി എന്താ ഇപ്പോൾ ചെയ്യുക, പലരോടും ചോദിക്കുക വെക്കുന്നു. അപ്പോൾ നമുക്ക് വലിയ സാധ്യത ഉണ്ട് നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് പറയാൻ. റിസൾട്ടുകളെല്ലാം വന്നു, പിന്നെ ഇനി എന്ത് അല്ലേ, വാട്ട് നെക്സ്റ്റ് എന്ന ഒരു ചോദ്യമാണ് പലപ്പോഴും ഈ ഒരു സമയത്ത് ഭൂരിഭാഗം ആളുകളും ചോദിക്കാറുള്ളത് എന്നുള്ളതാണ്. അതായത് ഏത് കോഴ്സ് എടുക്കണം, ഏത് കോഴ്സ് എടുത്താലാണ് വിജയിക്കുക, അതൊക്കെയാണ് ഇപ്പോൾ ആളുകൾക്ക് ഉണ്ടാവുക. ഇപ്പോൾ 2-3 വർഷമൊക്കെ ഇനി ഒരു കോഴ്സിന് പോയാൽ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തമായ ഒരു ധാരണ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് കിട്ടുന്ന അറിവുകളിൽ നിന്നും ചില കാര്യങ്ങൾ പങ്കുവെക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും എന്നോട് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഏറ്റവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ലോകത്ത് വിജയിക്കുന്ന ഒരു കോഴ്സ് ഏതാണ് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി പറയുക ടീച്ചിങ് എന്നതാണ് എന്നാണ്. അതിന് മറ്റൊരു കാരണമൊന്നുമില്ല, ഞാനൊരു അധ്യാപകനാണെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇതേ ഒരു ചോദ്യം ഒരു ഡോക്ടറോട് ചോദിക്കുകയാണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടത് ഡോക്ടറാവുക എന്നതാണ് ഒരു ജീവിതത്തിൽ ഏറ്റവും വിജയം നേടാനുള്ളൊരു വഴി എന്നുള്ളതാണ്. അതൊരു എൻജിനീയറോടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറുപടി എൻജിനീയറിംഗ് ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച വിജയിക്കുന്ന ഒരു മേഖല, ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കരിയർ എന്നുള്ളതാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും ആ പ്രൊഫഷനിൽ എത്തിച്ചേർന്ന ആളുകൾ അവർ ചെയ്യുന്ന ഒരു മേഖലയിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് തീരുമാനിക്കുമ്പോഴാണ് ഒരു നല്ല കരിയർ ഓരോരുത്തർക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ ആളുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ സാധാ ഒരു ഡെയിലി വേജർ കൂലിപ്പണിക്കാരനായ ഒരാൾ മുതൽ നല്ല ഹൈ സാലറി വാങ്ങുന്ന ഹൈ പ്രൊഫഷനായിട്ടുള്ള ആളുകൾ വരെ എല്ലാവരും ജീവിതത്തിൽ ഹാപ്പിയാണെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കൾക്ക് നല്ലൊരു കോഴ്സ് കണ്ടെത്താൻ, നല്ലൊരു കരിയർ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ള ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കാൻ വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ഏറ്റവും നന്നായിട്ട് അവർക്ക് വിജയിക്കാൻ പറ്റുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നത് ഏതൊരു രക്ഷിതാവും ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ഈ റിസൾട്ട് വരുന്ന സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുക എന്നുള്ളത്. അതിൽ ഉത്തരത്തിൽ ഇതൊന്നും കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, പിന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഏതൊരു രക്ഷിതാവിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ ഞാനും ഇങ്ങനെയായി, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇങ്ങനെ ആവരുത് എന്നുള്ളത് കൂടിയുണ്ട്. അതും കൂടി നമ്മൾ കൂട്ടിച്ചേർക്കണം. അതെ, നമുക്ക് നേടാൻ പറ്റാത്ത പല നേട്ടങ്ങളും നേടാനുള്ള ഒരു ഉപകരണമാണ് നമ്മുടെ മക്കൾ എന്ന് രക്ഷിതാക്കൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ചില രക്ഷിതാക്കൾ വിദേശത്ത് നിന്ന് വിളിക്കാറുണ്ട്, മാഷേ പിന്നെ ഞാൻ ഇത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യണം, അതെ. ഞാൻ ഈ ജോലി ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ല, എനിക്ക് വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, പക്ഷെ എനിക്കത് നേടാൻ പറ്റിയില്ല, എൻ്റെ മക്കളെങ്കിലും അതാവണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിലാഷം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് കേട്ടിട്ട് ആന്നൊക്കെ പറയുമെങ്കിലും ലാസ്റ്റ് അവർ പറഞ്ഞ എല്ലാം കേട്ട് നമ്മൾ തിരിച്ചു ചോദിക്കും, ശരി നിങ്ങൾ ഈ പറഞ്ഞ ഇതേ കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്കും പറയാനുണ്ടെങ്കിൽ എന്താ അതിന് പരിഹാരം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേടാത്ത നേട്ടങ്ങൾ നേടാനുള്ള ഉപകരണങ്ങളോ അതിനുള്ളൊരു വഴിയോ അതിനുള്ളൊരു മാർഗമോ അല്ല നമ്മുടെ മക്കൾ. അവർ സ്വപ്നം കാണുന്ന, അവർക്ക് വ്യത്യസ്തമായി തിളങ്ങാൻ സാധിക്കുന്ന, അവർക്ക് വിജയിക്കാൻ പറ്റുന്ന മേഖലകൾ ഏതാണോ ആ മേഖലകളിലേക്ക് അവർ തിരിച്ചു വിടുമ്പോഴാണ് അവർക്ക് നല്ലൊരു കോഴ്സ്, നല്ലൊരു കരിയർ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ വിജയിക്കാനുള്ള ഒരുപാട് കോഴ്സുകൾ ഇവിടെ ഉണ്ട്, പക്ഷെ അതിലെല്ലാവരും വിജയിക്കില്ല. അതെ. ഇഷ്ടത്തോട് കൂടിയിട്ട്, പാഷനായിട്ട്, നല്ല കാഴ്ചപ്പാടോട് കൂടിയിട്ട് ആ മേഖലയിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതൊരു കരിയറിലും ഏതൊരാൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനാണ് ഞാൻ തുടക്കം പറയുക, എന്നോടാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഞാനവിടെ ഉത്തരം പറയുക ഒരു അധ്യാപനം,
ടീച്ചിങ് ആണ്, ട്രെയിനിങ് ആണ് ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്നാണ് ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നത് അത് അല്ലേ? ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതേ ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അതിന് മറുപടി തരാം, ടീച്ചറാവേ ആയികണ്ട് കുടുങ്ങി നിൽക്കണം അവിടെ. അതെ. ഇനി അതുക്കാനി വരുന്നത് ടീച്ചിങ് അല്ലാതെ വേറെ എത്ര പ്രൊഫഷൻ ഇവിടെ ഉണ്ട്, അതല്ലേ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് ചെയ്യുന്ന ക്രൂരതയാണ്, എൻ്റെ പ്രൊഫഷനോട് ചെയ്യുന്ന ക്രൂരതയാണ്, എൻ്റെ മുന്നിൽ വരുന്ന വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ക്രൂരതയാണ്. അതെ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു മേഖലയിലേക്ക് എത്തിയിട്ട് അവിടെ എക്സൽ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു കരിയർ ഉണ്ടാവുക, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക, അതെ. നമ്മുടെ കുടുംബത്തിന് ഹാപ്പി ഉണ്ടാവുക, നമ്മളുമായിട്ട് ഇടപഴകുന്ന ആളുകൾക്കൊക്കെ ഹാപ്പി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും നല്ല കോഴ്സ് എന്ന് പറയുന്നത് എല്ലാ ഹലാലായ കോഴ്സുകളും ഏറ്റവും നല്ലത് തന്നെ. നല്ലതാണ്. അത് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അവർക്ക് ഏറ്റവും എളുപ്പമുള്ളതും അവർക്ക് നന്നായിട്ട് വിജയിക്കാൻ പറ്റുന്നതും ആസ്വദിച്ച് സന്തോഷിച്ച് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് ഏതാണോ, കരിയർ ഏതാണോ, അത് അവരവർ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. അതെ. ഏതെങ്കിലും ഒന്ന് എന്നുള്ളതല്ല. മറിച്ച് പിന്നെ അതിനുള്ളൊരു താല്പര്യം ഉണ്ടാവണം. ഇപ്പോൾ ഒരാളിങ്ങനെ അങ്ങട് തള്ളി വിട്ടു, അതുകൊണ്ട് ഞാനവിടെ എത്തി, വെറുതെ 5 വർഷം പാഴായി, കുറേ പണം ചിലവായി എന്നതിന് പകരം ആസ്വദിച്ചുകൊണ്ടത് പഠിക്കാനും അത് ജോലി ചെയ്യാനും അല്ലേ? അങ്ങനെ പോകുമ്പോഴാണ് ആ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഒരു ടീച്ചറാണ് എന്ന നിലയ്ക്ക് അഭിമാനം കൊള്ളുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഈ ഒരു മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേരൻസിനോടും കുട്ടികളോടും ഒരുമിച്ച് തന്നെ ഈ മേഖലയിൽ അന്വേഷണം നടത്താൻ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഈ അന്വേഷിക്കുന്ന ആളുകളോട് നമുക്ക് എന്താണ് അവർക്കൊരു എളുപ്പവഴി? ഓക്കെ, ഈ ഒരു ചോദ്യത്തിനോട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ള രക്ഷിതാക്കളോടും കുട്ടികളോടും നമ്മൾ നോർമലി പറയാറുള്ളൊരു കാര്യം അല്ലെങ്കിൽ പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി അവനൊരു 16 വയസ്സ് 17 വയസ്സേ ഉണ്ടാവും. പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടി 18 അല്ലെങ്കിൽ 19 വയസ്സേ ഉണ്ടാവും. മക്കളെ, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഒരു ആഫ്റ്റർ 10 ഇയേഴ്സ്, ഒരു 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ഉണ്ടാവാനാണോ നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്, അതെ. ഏത് മേഖലയിലാണോ അവരുണ്ടാവാൻ അവർ ആഗ്രഹിക്കുന്നത്, ആ മേഖലയിലേക്കുള്ള വ്യത്യസ്തമായ കോഴ്സുകൾ കണ്ടെത്തിയിട്ട് അവിടേക്ക് എത്തുന്നതാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും സ്നേഹക്കൂടിനും പറയാനുള്ള കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ, ഇപ്പോൾ 2026, അതെ. ഒരു 2036 ആകുമ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിലുള്ളൊരു കുട്ടിക്ക് ഒരു 27 വയസ്സൊക്കെ ആവും. ആ ഒരു സമയത്ത് അവൻ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മേഖല ഏതാ, അത് വീട്ടിൽ ചർച്ച ചെയ്യുക, അതെ. മക്കളായിട്ട് ഡിസ്കസ് ചെയ്യുക, രക്ഷിതാക്കൾ മക്കളും പരസ്പരം ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് മക്കൾക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖല നമുക്ക് അനുയോജ്യമാണോ, അല്ലേ, അവർക്കതിൽ എക്സൽ ചെയ്യാം, അതിൽ വിജയിക്കാൻ പറ്റും, അവർക്കതിൽ ശോഭിക്കാൻ പറ്റും, അവർക്ക് നല്ലൊരു ഏണിങ്സ്, സമ്പാദ്യം, അല്ലേ, ജീവിക്കാൻ വേണ്ട വിഭവങ്ങൾ ഉണ്ടാക്കാൻ അതിലൂടെ സാധിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടുക. ഇനി മക്കൾ കൊണ്ടുവരുന്ന ചിലപ്പോൾ പുതിയ പുതിയ കോഴ്സുകളൊക്കെ ഐഡിയാസ് ഉണ്ടാവും, അല്ലേ? അല്ലേ, വലിയ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഐഡിയ ആണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ലെങ്കിൽ അറിയുന്ന ആളുകളോട് അന്വേഷിക്കാം. എന്നിട്ട് അത് പറ്റുന്നതാണെങ്കിൽ, മക്കൾ കണ്ടെത്തിയതാണ്, ഓല് കണ്ടെത്തിയപ്പോൾ എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളാന്നല്ല, അതെ. അതെ. മക്കൾ കണ്ടെത്തിയ നല്ല അടിപൊളി കോഴ്സുകൾ ഉണ്ടെങ്കിൽ ലെറ്റ് ദം ഗോ, അവർ അതിൽ കൂടെ തന്നെ പോകട്ടെ. അതെ. ഇനി അതല്ല, അവർക്കും നമുക്കൊന്നും ഉപകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉപകരിക്കുന്നതല്ല എന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ ആ ഡിസ്കഷൻ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസ്കഷനാക്കി മാറ്റിയിട്ട്, നീ ഇപ്പോൾ ഈ കണ്ടെത്തിയ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ ആലോചിക്കുക, ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കണ്ടെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവണത് അതൊരിക്കലും ഒരു സ്കോപ്പില്ല ഒന്ന്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ബഡ്ജറ്റിൽ, നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി മോനെ നിനക്ക് അറിയാലടാ, അതെ. മോളെ നിനക്ക് അറിയാലടി. ഉം. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ആലോചിക്കുക, ഇത്ര വലിയൊരു സംഖ്യക്ക് കൊടുത്ത് ഈ ഒരു കോഴ്സ് നമ്മൾ വേണോ? നമുക്കൊന്നും കൂടി നിനക്ക് പറ്റുന്ന, നിനക്ക് യോജിക്കുന്ന വേറെയും ഒരുപാടെണ്ണം ഇല്ലേ, അതിലേക്കല്ലേ നമ്മൾ പോവേണ്ടത് എന്നൊന്നും അവിടെ ഒന്ന് ചെറിയ ഒരു തട്ടലും ഒരു തലോടലും ഒരു മാർഗ്ഗനിർദ്ദേശം, ഒരു ഗൈഡിങ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കോഴ്സുകളായിട്ട് അല്ലെങ്കിൽ ഉട്ടോപ്യൻ ആശയമായിട്ട് വരുന്ന മക്കളെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉൾക്കൊള്ളുന്ന, അവർക്ക് കൂടി വിജയിക്കാൻ പറ്റുന്ന മേഖലയിൽ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്, ഒരു 10 വർഷം കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഉണ്ടാകും, ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഹയാത്തൊക്കെ അള്ളാഹു തരികയാണെങ്കിൽ നമ്മൾ ഏത് മേഖലയിൽ എത്തിച്ചേരാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹം നമ്മുടെ മനസ്സിൽ കാണുകയും അവിടേക്ക് എത്താനുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു കരിയർ നമുക്കുണ്ടാവും. യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ്. അതെ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാൻ ശരിക്കും എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അടിപൊളി ചോദ്യം കേട്ടോ. നല്ലൊരു കരിയർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു 10 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം, ഒരു ലക്ഷ്യം നിർണ്ണയിക്കുക. അതെ. അങ്ങനെ ഗോൾ സെറ്റിംഗ് ആണെന്നാണ് പറയാം, അല്ല, ഒരു ലക്ഷ്യം നിർണ്ണയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്, അല്ലേ, ഇതൊരു പ്രോഗ്രാമാണ്, ഇത് ഇന്നത് ചെയ്യണം, നമ്മളിതിൻ്റെ മുന്നിലിരുന്നു, അതെ. നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി, അല്ലേ, ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടുന്നത്, ഇതൊരു ലക്ഷ്യമാണ്. ആ അതെ. ലക്ഷ്യം നിർണ്ണയിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വേണ്ട കമ്മ്യൂണിക്കേഷനുകൾ നടന്നു, സിറ്റിംഗ് നടന്നു, നമ്മൾ ചർച്ച ചെയ്തു. ഏതൊരു കാര്യവും ഇങ്ങനെ തന്നെയാണെന്നുള്ളതാണ്.
എന്താണോ നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യം ഉള്ളത്, ആ ലക്ഷ്യം നിർണ്ണയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക, നമ്മൾ പല ആക്ഷൻസ് കാണിച്ചു കൊടുക്കും. അതെ അതെ സ്വാഭാവികമായിട്ടും അതാണ്. അതോ ഒരു മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാരാണ് ലക്ഷ്യമില്ലാതെ പോകുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, രക്ഷിതാക്കളെ, നമ്മുടെ മുന്നിൽ കൃത്യമായൊരു ലക്ഷ്യം മുന്നിൽ നിർണ്ണയിച്ചു കൊണ്ട് വേണം നമ്മുടെ കരിയറുകൾ നമ്മൾ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കരിയറിനെ കുറിച്ച് ഒരുപാട് ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ വ്യത്യസ്തമായ കോഴ്സുകൾ, സയൻസിൽ, ഹ്യൂമാനിറ്റീസിൽ, കൊമേഴ്സിൽ, അതുപോലെ ലാംഗ്വേജ്, അതിൻ്റെ ഒരു മേഖല എനിക്ക് തോന്നുന്നത് ഇൻഷാ അള്ളാ നമുക്ക് ഒരു വരും എപ്പിസോഡുകളിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യാം. ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കരിയർ കെട്ടിപ്പടുക്കാൻ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം നിർണ്ണയിക്കുക എന്നുള്ളത്. അതെ. അപ്പോൾ അതും ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ചിലപ്പോൾ സുഗമമായ വഴി ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കുടുസായ വഴികളൊക്കെ ഉണ്ടാവും. ഏത് രീതിയാണ് നമ്മൾ ശരിക്കും സ്വീകരിക്കേണ്ടത്? നമ്മൾ ശരിക്കും അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോണൊക്കെ സാധാരണ സ്വിച്ച് ഫോണല്ലേ, ഇപ്പോൾ എന്താണ് സ്മാർട്ട് ഫോണാണ്. സ്മാർട്ട് ഫോൺ. അപ്പോൾ ഈ ലക്ഷ്യം നിർണ്ണയിക്കുന്ന സ്ഥലത്തും അല്ലെങ്കിൽ സന്ദർഭത്തിലും സ്മാർട്ട് ഗോളുകൾ അതാണ് അതിന് ഷോർട്ടായിട്ട് പറയാം അല്ലേ. സ്മാർട്ടിൻ്റെ ഒന്നാമത്തെ എസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആവുക എന്നാണ്. അഥവാ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി നിർണ്ണയിക്കുക. രണ്ടാമത്തത് നമുക്കത് എത്രത്തോളം നേടുന്നുണ്ട്, ഓരോ സമയത്ത് എത്രത്തോളം നേടുന്നുണ്ട്, മെഷറബിൾ ആവുക എന്നുള്ളതാണ് അല്ലേ, അളക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. പിന്നെ അറ്റൈനബിൾ എന്നാണ് സ്മാർട്ടിൻ്റെ മൂന്നാമത്തത്, അറ്റൈനബിൾ അഥവാ നേടാൻ സാധിക്കുന്ന കാര്യങ്ങൾ. നേടാത്തൊരു സ്വപ്നമൊക്കെ അതെ ഒരു ഗോളായിട്ട് ഒരു ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ നിശ്ചയിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണെന്നുള്ളത്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ റെലവൻ്റ് ആയതാണെന്ന്, അഥവാ യാഥാർത്ഥ്യമായത്, ഹക്കായത്, നമ്മൾ അങ്ങനെ പറയാം. പൈസ ഉണ്ടാക്കണമെന്നാണ് ഒരാളുടെ ലക്ഷ്യം. അതിന് സ്വീകരിക്കുന്ന മാർഗം മോശമാണെങ്കിലോ അതെ അതെ. അപ്പോൾ തീർത്തും ഹലാലായ മാർഗ്ഗമാണ്. ഹലാലായ മാർഗം, റെലവൻ്റ് ആണ്, സത്യമാണോ. ഇപ്പോൾ പല കുട്ടികളൊക്കെ പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാനുള്ള ചുളു വഴികളൊക്കെ അതെ അതെ ഉപയോഗിച്ചിട്ട് വളരെ മോശമായ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്ന കാഴ്ചകൾ, ദയനീയമായ കാഴ്ചകൾ ഇപ്പോൾ അടുത്തൊക്കെ നമ്മൾ അതെ അതെ ഒരുപാട് അതെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ അങ്ങനെയുള്ള മാർഗ്ഗങ്ങളല്ല, അതിന് റെലവൻ്റ് ആയിട്ട് യാഥാർത്ഥ്യമായ ഹക്കായിട്ടുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ കുറേ ഇങ്ങനെ നീട്ടി 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 പോകുന്നല്ല, കറക്റ്റ് ടൈം ബോണ്ടഡ് ആവണം. നിശ്ചിത സമയം നിശ്ചയിച്ച്, ഒന്നാമത്തെ വർഷത്തിൽ ഞാൻ ഇത്ര മാർക്ക് അതെ ഇന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും, രണ്ടാമത്തെ വർഷത്തിൽ ഞാൻ ഇത്ര ശതമാനം മാർക്ക് ഇന്ന കാര്യം കംപ്ലീറ്റ് ചെയ്യും, മൂന്നാമത്തെ വർഷം, അങ്ങനെ ഒരു 10 വർഷം മുന്നോട്ട് പോകുമ്പോൾ ഓരോ സമയത്തും നമ്മൾ നേടേണ്ട കാര്യങ്ങൾ നേടിക്കൊണ്ടാണ് പോകുന്നതെന്ന് ഉറപ്പ് വരുന്നത്. അപ്പോൾ ഒരു സ്മാർട്ട് ഗോളായിട്ട് അതിനെ നിർണ്ണയിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉയർന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അതെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ലെവലിലേക്ക് നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ എൻ്റെ ടീച്ചിങ്ങിലൂടെ എൻ്റെ മുന്നിൽ വരുന്ന കുട്ടികൾ അവർക്ക് നല്ല ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാകുമ്പോഴേ എൻ്റെ ടീച്ചിങ് എന്ത് ചെയ്യുള്ളൂ, ഏറ്റവും നന്നാവുകയുള്ളൂ അതെ എന്നുള്ളത്. അതെൻ്റെ ഒരു ടാർഗറ്റായിട്ട് മാറണം. അങ്ങനെ ഏതൊരാളും അയാൾ ചെയ്യുന്ന ആ ഒരു ജോലിയിലൂടെ അതിൻ്റെ ഏറ്റവും പീക്ക് റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കണം. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച് അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ലെവലിലേക്ക് എത്താൻ വേണ്ട ഒരു ലക്ഷ്യം അല്ലെ, അവർക്ക് അതിന് വേണ്ടിയിട്ട് അവർ പണിയെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നുള്ളതാണ് അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. അതിനുള്ള സാധ്യതകൾ അല്ലേ ഉം. നമ്മുടെ രാജ്യത്ത് അതിനുള്ള എത്രത്തോളം സാധ്യതകളുണ്ട്? ഓക്കെ, അത് വളരെ അടുത്തൊരു ഘട്ടം നമ്മളതാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് നമ്മൾ ഈ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ടേം നെറ്റ്വർക്കിംഗ് എന്നാണ്. ഇപ്പോൾ ലക്ഷ്യമൊക്കെ നിർണ്ണയിച്ചു, ഉയർന്ന് ചിന്തിച്ചു, അതിന് വേണ്ട പണികളൊക്കെ എടുക്കണം, പിന്നെ അതിനുള്ള സാധ്യതകൾ, അതിൻ്റെ സാഹചര്യങ്ങൾ, അതാണ് അടുത്തൊരു ഘട്ടം. നെറ്റ്വർക്കിംഗ് എന്നാണ് അതിന് പറയുക. അഥവാ ഫോണിലെ നെറ്റല്ല, അതിന് വേണ്ട നമ്മുടെ ചുറ്റുഭാഗങ്ങൾ, സാഹചര്യങ്ങൾ, സറൗണ്ടിങ്സ്, അതൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ടാർഗറ്റ് മുന്നിൽ വെച്ച് പോകുന്ന സമയത്ത് നമ്മൾ നേടേണ്ട ആ ടാർഗറ്റിന് നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക്കായ ഒരു അറിവ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ അറിവുണ്ടാക്കാൻ നമുക്കൊരുപാട് ആളുകളുടെ സഹായങ്ങൾ, സംവിധാനങ്ങളുടെ സഹായങ്ങൾ, ഇപ്പോൾ എല്ലാം നമ്മൾ ചാറ്റ് ജിപിടിയോടും ജെമിനിയോടൊക്കെ ചോദിക്കുന്ന ഒരു കാലമാണ്. പക്ഷേ ചാറ്റ് ജിപിടി, ജെമിനി ഓക്കെ, അതിൽ മാത്രം ഒതുങ്ങി അതിൽ വരുന്ന റിസൾട്ടുകൾ മാത്രം കണ്ട് പിന്നാലെ പോകേണ്ടവരല്ല നമ്മൾ. ഏതൊരു കോഴ്സും ആദ്യമായിട്ടല്ലല്ലോ ഇവിടെ ലോകത്തുള്ളത്. അതെ ഒരുപാട് പഠിച്ചിറങ്ങിയ ആൾക്കാരുണ്ടാവും, ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും അവരുടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിന് വേണ്ട ഹെൽപ്പുകൾ അവരിൽ നിന്ന് അന്വേഷിക്കാനും സാധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ ഘട്ടം. 2 സ്റ്റെപ്പുകൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞു. അതിനടുത്ത സ്റ്റെപ്പ് എന്താണ്, മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്? അനീഫായ്ക്ക് കുട്ടികളില്ലേ? അതെ എത്ര മക്കളുണ്ട്? 5 ആള്.
5 ആൾക്കാർ. ഒക്കെ വിദ്യാർത്ഥികളാണോ? അല്ല, ജോലി ചെയ്യണവരുണ്ട് അല്ലേ? ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. വിദ്യാർത്ഥികളുണ്ട്. വിദ്യാർത്ഥികൾ എത്ര ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്? ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ആളുകളുണ്ട്. ഉം. അതുപോലെ 10ാം ക്ലാസ് +2 പഠിക്കുന്ന കുട്ടികളുണ്ട്. ശരി. ഞാൻ ഇതൊരു ചോദ്യമായിട്ട് കണക്കാക്കണം. നമ്മളെ പ്രേക്ഷകർക്ക് ചില കാര്യങ്ങൾ അതെ, അതെ. മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്. ഈ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മക്കൾ പഠിച്ചിരുന്ന ഒരു രീതിയും, ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന രീതിയും നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതിൽ എന്തെങ്കിലും പ്രത്യേകമായി നിരീക്ഷിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കുട്ടികൾ എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു മാർഗ്ഗം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കൊടുത്തതല്ല അവരെന്ത് ചെയ്യുന്നു വീട്ടിൽ വന്നിട്ട് വേഗം മൊബൈലിൽ നോക്കിയിട്ട് അതിൻ്റെ കണ്ടന്റുകൾ എടുത്ത് പഠിക്കുന്ന ഒരു സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ. ശരി. പരീക്ഷകളോട് അടുപ്പിച്ച് നമ്മുടെ മക്കളുടെ ഒരു സമീപനം അതെന്താണെന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞാൽ. അതിൻ്റെ പരീക്ഷ ഇപ്പോൾ വളരെ അവർക്ക് അത്ര ബേജാറൊന്നും കാണില്ല. വളരെ സിമ്പിളായിട്ട് തലേ ദിവസം ഏതെങ്കിലും സൈറ്റിൽ കയറി. ഞാൻ ആ ഒരു ഇത് നമ്മൾ മുമ്പ് പ്ലാൻ ചെയ്ത കാര്യങ്ങളല്ല. അതെ. ഞാൻ ഈ ഒരു അവസരത്തിൽ ചോദിച്ചത് എന്താ അറിയോ? റിയാലിറ്റി എന്താണെന്നുള്ളത് നമ്മൾക്കറിയണം, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയണം. അതെ, അതെ. ഇത് എല്ലാ രക്ഷിതാക്കളും അനുഭവം. കുട്ടികളെല്ലാവരും നമ്മളൊക്കെ ഒരു പരീക്ഷ എന്ന് വരുമ്പോൾ ചുരുങ്ങിയത് ഒരു മാസം മുമ്പെങ്കിലും അതിന് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ നടത്തും. അതെ. പക്ഷെ ഇന്ന് പരീക്ഷകൾ എന്നാണോ അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് നമ്മുടെ മക്കൾ വ്യത്യസ്തമായ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അതെ. കയറി ആ വിഷയങ്ങൾ പഠിച്ച് അത് മാത്രം കേട്ട് പരീക്ഷയ്ക്ക് പോകുന്നൊരു സാഹചര്യമാണ്. പരീക്ഷയൊക്കെ എഴുതി നല്ല മാർക്കും ഗ്രേഡൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ആ ഒരു അവരെഴുതി അല്ലെങ്കിൽ അവർക്ക് മാർക്ക് കിട്ടിയ ഒരു വിഷയം വീണ്ടും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത അതെ. ഒരു ബ്ലാങ്ക് ആവുന്ന ഒരു അതെ, സ്ഥിതിയാണുള്ളത്. അതെ, അതെ. അഥവാ ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളത്, അതെ. ഒരു സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യുന്നില്ല എന്നതാണ്. അപ്പോൾ വിജയിക്കാൻ നല്ലൊരു കരിയർ ഉണ്ടാവാൻ അതിൻ്റെ മൂന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. അതെ. നിരന്തരമായിട്ട് ചെയ്യാം. അതുണ്ടായിരുന്നു പണ്ട്. നമ്മുടെ കുട്ടികൾക്ക് പണ്ടത്തെ പോലെ വേണമെന്ന് പറയണില്ല, എന്നാലും സ്ഥിരമായിട്ടൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും അതിനനുസരിച്ചല്ല ഒരു പഠനം ഒരു ഗൗരവത്തിൽ കാണാൻ, വെറുതെ ഒരു യാന്ത്രികതയോ കേവലം കുറച്ച് മാർക്ക് കിട്ടാന്നല്ല, ഇതെൻ്റെ കരിയർ സെറ്റ് ചെയ്യാനുള്ളൊരു സംഭവമാണ്. ഞാൻ ഈ ഒരു വഴിയിൽ കൂടെ പോയെങ്കിലേ എനിക്ക് നല്ലൊരു കരിയർ ഉണ്ടാവുള്ളൂ. അതിന് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യണം. നിത്യാഭ്യാസി ആനയെടുക്കുന്നതൊക്കെ ആനയെടുക്കും. പണ്ട് പറയും. ഇപ്പോഴത്തെ അതെ, കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. അതെ. പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, വിജയിക്കാനുള്ള ഒരു മനസ്സ്, ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു കമ്പനിയുടെ ഒരു MD അദ്ദേഹത്തിനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞത്, പുതിയ കുട്ടികളെ ജോലിക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദനയാണ്. ഒന്ന് അവരെ മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയണില്ല. ഫുള്ള് ഒരു റെസ്റ്റ്ലെസ് ആണ്. പിന്നെ ലീവ് എന്ന് പറഞ്ഞാൽ അവർക്ക് പൈസ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവർ ഉം. ലീവാണ്. ഉം. നമ്മളൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരെ പോലെ ഇപ്പോഴും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നതും പഴയ ആൾക്കാരാണ്. അതെ. അതുകൊണ്ടെന്ന് വെച്ചാൽ ഒരു 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 വളർച്ച ഇങ്ങനെ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പേടിയാണ് മാൻ പവറിൻ്റെ പ്രശ്നത്തിൽ നിന്നാണ്. അപ്പോൾ മാൻ പവറിനെ റീപ്ലേസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാ മേഖലയിലൊന്നും ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇപ്പോഴത്തെ കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ, അവർ പഠിച്ചു വരുമ്പോൾ ഒരു സ്ഥിരമായിട്ട് കുറച്ച് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠനത്തിൽ മാത്രമല്ല ബാക്കിയുള്ള കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ ആ കൺസിസ്റ്റൻസി നിലനിർത്തുക എന്നുള്ളത് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത്. ഇതിൽ ഇപ്പോൾ ഈ കൂട്ടത്തിൽ ചോദ്യമുള്ളത് പിന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ വേഗത്തിൽ കണ്ടന്റ് എടുത്തിട്ട് അങ്ങനെ പോകുന്നുള്ള. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ പരസ്യങ്ങൾ കാണാം. 6 മാസം കൊണ്ട് 3 മാസം കൊണ്ട് എന്നുള്ളതൊക്കെ. അതൊക്കെ എത്രത്തോളം ഉപയോഗപ്രദമാണ് ശരിക്കും? ഇതിൽ ചില ഷോർട്ട് ടേം കോഴ്സുകൾ ചെയ്ത് നല്ല നേട്ടങ്ങൾ നേടിയ ആളുകളുണ്ട്. നമ്മൾ ആ ഒരു മേഖലയെ തീർത്തും അടച്ചാക്ഷേപിക്കണില്ല. എങ്കിലും പലപ്പോഴും നമ്മളൊക്കെ റീഡിങ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കണ്ടെത്തൽ, പിന്നെ പല ഈ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഉള്ള അക്കാഡമിഷ്യനൊക്കെ ആയിട്ടുള്ള നമ്മുടെ ചില ഇടപഴകലുകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് സാമ്പ്രദായികമായിട്ടുള്ള ഒരുപാട് ഡിഗ്രി അങ്ങനെയുള്ള ഒരു മേഖല ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്നും സ്കോപ്പുകൾ ഉള്ളതും എന്നും നിലനിൽക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾ ചോദിച്ച സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരുന്നു, നമ്മളൊക്കെ 10ാം ക്ലാസ് കഴിയുന്ന സമയത്ത് അന്നത്തെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റിലും കണ്ടിരുന്നൊരു ആഡ്, ലിഫ്റ്റ് ടെക്നോളജി പഠിക്കൂ, ലിഫ്റ്റിനേക്കാൾ ഉയരത്തിൽ അതെ. പൊന്തു എന്നൊക്കെയായിരുന്നു. സംഭവം ശരിയാണ്. അന്ന് ഒരുപാട് ആളുകൾ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. അതിലാദ്യം പഠിച്ചിറങ്ങിയ ഒരുപാട് ആളുകൾക്ക് നല്ല ജോലി കിട്ടി. പക്ഷേ ആ ലിഫ്റ്റ് ടെക്നോളജി പഠിച്ചു കഴിഞ്ഞ് നല്ല സംഖ്യ അന്ന് അവിടെ പിന്നെ കോഴ്സിന് വേണ്ടി ചിലവാക്കിയിട്ട് തിരിച്ചു വന്ന് ഒരു ജോലിയും ഇല്ലാതെ അന്തം വിട്ട് നടന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിരുന്നില്ല. അതൊക്കെ ഒരു കുറച്ച് ആളുകളെ മാത്രം
ആവശ്യമുള്ളൊരു മേഖലയാണ് അതെ, അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്കോപ്പ് കഴിഞ്ഞു. ആ പഠിച്ചിറങ്ങിയ ആൾക്കാർ പിന്നെ അവരെ ആയുസ് വരെ അല്ലെങ്കിൽ എത്ര കാലമാണോ ഒരു ചുരുങ്ങിയ ഒരു 10-25 വർഷം ജോലി ചെയ്യുമ്പോൾ അത്രയും വർഷം പിന്നെ എന്തില്ല, അതിന് സ്കോപ്പില്ല എന്നുള്ളത്. ഇപ്പോൾ ഏത് മേഖലയാണെങ്കിലും ഇപ്പോൾ ഡിഗ്രി കോഴ്സുകൾ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഷോർട്ട് ടേം ആയിട്ടുള്ള 3 മാസം കൊണ്ട് 2 മാസം കൊണ്ട് 6 മാസം കൊണ്ടൊക്കെ പറയുന്ന കോഴ്സുകൾ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കണമെന്നില്ല. പക്ഷെ അതിലും ചില ആളുകൾക്ക് എന്തുണ്ട്, നന്നായിട്ട് വിജയിച്ച് പോകുന്നുണ്ട്. നമ്മളെപ്പോഴും കാഴ്ചപ്പാടായിട്ട് കാണേണ്ടത്, ഒരു വിഷനായിട്ട് കാണേണ്ടത്, മുന്നിൽ കാണേണ്ടത് എന്നെന്നും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്ന കോഴ്സുകളെ കുറിച്ചാണ്. അത് പുതിയ പുതിയ കോഴ്സുകൾ വരുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ ഒരു ഡിഗ്രി തലത്തിൽ പഠിച്ച് PG തലത്തിൽ പഠിച്ച് അതിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ പഠിച്ച് പോകുമ്പോൾ കൂടുതൽ വിജയങ്ങളിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ ഷോർട്ട് ടേം കോഴ്സുകളെ കുറിച്ച് പറയുമ്പോൾ വെച്ചാൽ അതിന് പിന്നെ ഒരു കണ്ടിന്യൂഷൻ ഇല്ല. 3 മാസം പഠിച്ചാൽ എന്താണോ അത് തന്നെയാണ് പിന്നെ ജീവിതകാലം ഉള്ളത്. അതെ. പിന്നെ അതിനൊരു തുടർച്ച പലതിനും ഇല്ല എന്നുള്ളത്, എല്ലാത്തിനും അല്ലാണ്ട് പലതിനും ഇല്ല. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് കഴിഞ്ഞതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, അവിടെ സ്റ്റോപ്പായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കണ്ടെത്തേണ്ടത് എപ്പോഴും അവർക്ക് വിജയിക്കാൻ, ജീവിതത്തിൽ നല്ലൊരു വിജയം ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു കോഴ്സാണ് കാണേണ്ടതെന്നുള്ളതാണ്. നല്ലൊരു പ്ലാനിങ് നമ്മൾ പറഞ്ഞു, നെറ്റ്വർക്കിംഗ് പറഞ്ഞു, അത് കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ പറഞ്ഞു. അടുത്തൊരു സ്റ്റെപ്പ് എന്തായിരിക്കും നമുക്ക് അവരോട് പറയാനുള്ളത്? നമ്മൾ ഈ ഒരു കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട, ഒരു അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു എലമെൻ്റാണ് അടുത്ത് നമ്മൾ പറയണത്. അഥവാ സർട്ടിഫിക്കറ്റുകൾ എമ്പാടുമുണ്ട് അല്ലേ. ഒരുപാട് സർട്ടിഫിക്കറ്റുകളുണ്ട് കയ്യിൽ. പക്ഷെ ആൾക്ക് അത് ആ സർട്ടിഫിക്കറ്റുകൾ നേടിയ കാര്യങ്ങളൊന്നും പ്രകടിപ്പിക്കാനോ ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സാധിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആ സർട്ടിഫിക്കറ്റുകൾക്ക് ഒരു പേപ്പറിൻ്റെ വില മാത്രമേ ഇക്കാലത്തുള്ളൂ എന്നുള്ളതാണ്. അതെ. അവിടെയാണ് സ്കില്ലുകളെക്കുറിച്ച് നമ്മൾ പറയണത്. ലൈഫ് സ്കില്ലുകൾ, അവിടെ സോഫ്റ്റ് സ്കില്ലുകളുണ്ട്, ഹാർഡ് സ്കില്ലുകളുണ്ട്, ഇങ്ങനെ ഒരുപാട് സ്കില്ലുകളുണ്ട്. അഥവാ സ്കില്ലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള എല്ലാ കഴിവുകളും സ്കില്ലുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു സ്കില്ലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റൈറ്റിംഗ്, അതെ. എഴുതാൻ സാധിക്കുക എന്നൊരു സ്കില്ലാണ്. അതെ. ഒരാൾക്ക് നീന്താൻ സാധിക്കുക എന്ന് പറയുന്നത് സ്കില്ലാണ്. കുക്കിംഗ് നല്ലൊരു സ്കില്ലാണ്. നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ കഴിയുന്നുള്ള സ്കില്ലാണ്. പ്രസംഗിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു സ്കില്ലാണ്. ഇങ്ങനെ ഇപ്പോൾ മാത്സുമായി ബന്ധപ്പെട്ട കഴിവുകൾ, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്, ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇനി ആവശ്യമുള്ളൊരു മേഖല അതായിരിക്കും. കാരണം ചെറിയ കുട്ടികൾക്ക് വരെ ഇന്ന് സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ അവർക്കൊക്കെ കൗൺസിലേഴ്സിനാണ് ആവശ്യമുള്ളത്. അപ്പോൾ കൗൺസിലിംഗ് മേഖലയിൽ പ്രോബ്ലം സോൾവിങ് ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ആളുകൾക്ക് എക്സൽ ചെയ്യാൻ പറ്റിയൊരു മേഖലയാണ്. അപ്പോൾ സ്കില്ലുകളും സർട്ടിഫിക്കറ്റുകളും തമ്മിൽ മത്സരിക്കുമ്പോഴും സർട്ടിഫിക്കറ്റുകളെക്കാൾ ഒന്നുകൂടി മികച്ചു നിൽക്കുന്നത് ഇന്ന് സ്കില്ലുകൾക്കാണെന്നുള്ളതാണ്. അത് പിന്നെ സർട്ടിഫിക്കറ്റുകൾ എവിടെയാണ് വാല്യൂ ഉള്ളത് വെച്ചാൽ ഗവൺമെൻറ് തലത്തിലുള്ള പരീക്ഷകളും പിന്നെ തൊഴിൽ സാധ്യതകളാണെങ്കിൽ അവിടെ സർട്ടിഫിക്കറ്റുകൾക്കാണ് വില. പിന്നെ ഒരു ഇൻ്റർവ്യൂ ജസ്റ്റ് പരീക്ഷകൾ എഴുതി മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആർക്കും അവിടേക്ക് എത്താം. പക്ഷേ പ്രൈവറ്റ് മേഖലകൾ ഇന്ന് ഗവൺമെൻറ് സെക്ടറിനേക്കാൾ കൂടുതൽ അവസരങ്ങളുള്ളത് പ്രൈവറ്റ് മേഖലകളിലാണ്. ഗവൺമെൻറ് സെക്ടർ ഒഴിവാക്കണം എന്നല്ല കേട്ടോ അതിനർത്ഥം. ആ മേഖലയിൽ തന്നെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ അതിനേക്കാളും മികച്ച നല്ല കരിയറുകൾ പ്രൈവറ്റ് മേഖലയിലുണ്ട്. നല്ല ഹൈ സാലറി കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വന്തം സ്റ്റാർട്ടപ്പുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലകളുണ്ട്. അപ്പോൾ അതിന് വേണ്ട സ്കില്ലുകളാണ്, സർട്ടിഫിക്കറ്റുകൾ മാത്രമല്ല എന്നാണ്. എന്നാൽ വെറും സ്കില്ലുകൾ മാത്രമുണ്ട്, ഒരു സർട്ടിഫിക്കറ്റും ഇല്ലെങ്കിൽ അതുകൊണ്ടൊന്നുമില്ല, ഗുണമില്ല. നന്നായി പഠിക്കുക, നല്ലൊരു കരിയർ ഉണ്ടാക്കുക, നല്ല കോഴ്സിന് ജോയിൻ ചെയ്യുക, സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുക. അതോടൊപ്പം നമുക്കുള്ള ഓരോ കഴിവുകളെയും വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. സാധാരണ നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഇംഗ്ലീഷിൽ ABCD 26 അക്ഷരങ്ങളുണ്ടല്ലോ അല്ലേ. അവിടെ നോളേജ് എന്ന അറിവ് എന്ന വാക്ക്, അതുപോലെ തന്നെ വ്യത്യസ്തമായ ഇതുപോലെയുള്ള വാക്കുകൾ, ഇതിൻ്റെയൊക്കെ വാല്യൂകൾ ഇങ്ങനെ കണക്ക് കൂട്ടും. Aക്ക് 1, Bക്ക് 2, Cക്ക് 3 അങ്ങനെ കൂട്ടും. അപ്പോൾ 100 മാർക്ക് കിട്ടുന്ന വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ആ 100 മാർക്ക് കിട്ടുന്നതിൽ ഒന്ന് ഏതാണ്? സ്കില്ലാണ്. SKILL എന്ന് അക്ഷരങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ വാല്യൂ കൂട്ടിയാൽ 100ആണ്. അഥവാ വിജയിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് സ്കില്ലുകൾ. സ്കില്ലുകൾ ഉണ്ടായാൽ മാത്രം പോരാ. ഇപ്പോൾ ഈ കാലത്ത് നമ്മുടെ സ്കില്ലുകൾ എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും അതിനെ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കൂളുകൾക്ക് വ്യത്യസ്തമായ പ്രോജക്റ്റുകൾ, പദ്ധതികളൊക്കെ ഉണ്ട്. നമ്മുടെ മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ഏതൊക്കെയാണ് അങ്ങനെയുള്ള അവസരങ്ങൾ ഉള്ളത് എങ്കിൽ നമ്മുടെ മക്കളെ അതിലൊക്കെ ചേർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹൈസ്കൂൾ തലത്തിലൊക്കെ പറയുകയാണെങ്കിൽ ഈ ഗൈഡ് പോലെയുള്ള, സ്കൗട്ട് പോലെയുള്ള, JRC പോലെയുള്ള, ലിറ്റിൽ കൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ടെക്നിക്കൽ ലാപ്പും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുട്ടികളുടെ ആ മേഖലയിൽ തിരിച്ചുവിടുന്ന കാര്യങ്ങളുണ്ട്. അതിൽ ചില കുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാകാൻ നമ്മൾ ഞെട്ടിപ്പോവും. ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നെ +1 പെട്ട ഒരു കുട്ടിയെ പരിചയപ്പെടുത്തി.
അപ്പോൾ അവനെ പരിചയപ്പെടേണ്ട സാറേ നിങ്ങളൊന്ന് പരിചയപ്പെടേണ്ട ആളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ. അപ്പോൾ ഞാൻ ചോദിച്ചു അല്ല മോനെ എന്താടാ നിന്നെ പരിചയപ്പെടണമെന്നാണല്ലോ ഇവിടുത്തെ സാറ് പറഞ്ഞത്. സാർ ഞാൻ +1 പഠിക്കുന്നത്, പിന്നെ ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എന്താടാ സ്റ്റാർട്ടപ്പ്? അപ്പോൾ പറഞ്ഞത് വെബ് ഡിസൈനിങ് ആണെന്നാണ്. ഉം. +1 പഠിച്ചുകൊണ്ടിരിക്കണ അതെ, വെക്കണം. അതെ. അത് മാത്രമല്ല കൊറോണ വന്ന സമയത്ത് അന്ന് അവൻ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നും ഓൺലൈൻ ക്ലാസ്സിൽ ഇവൻ കയറുന്നില്ല എന്ന് പറഞ്ഞ് അവനെ സ്കൂളിൽ നിന്ന് എന്ത് ചെയ്ത് TC വാങ്ങിച്ച് കൊണ്ടുപോകാൻ രക്ഷിതാക്കളെ നിർബന്ധിച്ചു ടീച്ചേഴ്സ്. അങ്ങനെ അവൻ അവിടെ നിന്ന് TC വാങ്ങി അന്ന് പിന്നെ ഞാൻ ഈ ക്ലാസ്സിന് വേണ്ടി പോകുന്ന സ്ഥാപനത്തിലാണ് പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ സ്റ്റാർട്ടപ്പ് ചെയ്യണം. അപ്പോൾ എന്ത് വെബ് ഡിസൈനിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്ത് കാര്യങ്ങളാണ് ചെയ്യണത്? അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ചെറിയ പല കമ്പനീൻ്റെ വെബുകൾ നമ്മളെടുക്കും, അത് ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കും, ഡെവലപ്പ് ചെയ്യുക, അതൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് പൈസ കിട്ടണോ? ആ ഉണ്ട് സർ. എത്ര ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് ഒരു മാസം ഏകദേശം ഒരു 3.5 ലക്ഷം മുതൽ 4.5-5 ലക്ഷം വരെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ശ്വാസം വലിച്ചാൻ അറിയാം. ഇത്ര +1 പഠിക്കണമെന്ന് നീയോ ഒരു മാസമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നീ ഒറ്റയ്ക്കാണെന്നല്ലേ ചോദിച്ചു. അല്ല സാർ എൻ്റെ കൂടെ 5 ആൾക്കാരുണ്ടെന്നാണ്. അപ്പോൾ ഈ 5 ആൾക്കാരിൽ BTech കഴിഞ്ഞ ആൾക്കാരുണ്ട് 2 പേര്, അതെ, അതെ. എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ 2 ആൾക്കാരുണ്ട്, ബാക്കി 2 പേര് അവൻ്റെ കസിനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു വെച്ചാൽ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോർ ഉപ്പനോട് പറഞ്ഞത് ഇതിന് വേണ്ടിയിട്ട് നീ ഉപയോഗിച്ചോ എന്നാണ്. അതെ. കാരണം വളരെ ഹാപ്പിയല്ലേ. ഇപ്പോൾ സ്കൂളിൽ പോകുന്നു പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്ന സമയത്ത്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ മക്കൾ ഇതുപോലെയുള്ള നല്ല സ്കില്ലുകളുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ ചില കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് നമുക്ക് കാണാം ഈ നല്ല ഫോട്ടോ ഒക്കെ വരച്ചിട്ട് അല്ലെങ്കിൽ നല്ല ഇതുണ്ടല്ലോ എഴുത്ത് അതെ, കാലിഗ്രഫി അതെ. കാലിഗ്രഫി ഒക്കെ ചെയ്യുന്ന ആളുണ്ട്. ഒരു പ്രാവശ്യം ഒരു കുട്ടി ഇതേപോലെ കാലിഗ്രഫി ഇങ്ങനെ ഫ്രെയിമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ചോദിച്ചു ഇതെന്താണ് മോളെ ചോദിച്ചാൽ പറഞ്ഞു കാലിഗ്രഫി ചെയ്തതാണ്. ഇത് ആർക്ക് വേണ്ടിയിട്ട് വെച്ചാൽ ഇത് ഒരു ഓർഡർ കിട്ടുകയാണ് സാർ, ഞാനതിൻ്റെ ഫ്രെയിം അടിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു കുറ്റം ചെയ്തതുപോലെ അവളെ എൻ്റെ എക്സ്ക്യൂസ്. ഞാൻ പറഞ്ഞത് വളരെ സൂപ്പർ കാര്യമാണിത്, നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നല്ല അപ്രീഷിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അവൾ പറയണമെന്ന് വെച്ചാൽ അവൾക്ക് ചുരുങ്ങിയത് ഒരാഴ്ച ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 4-5 ഓർഡറുകൾ വരുന്നുണ്ട്. അതെ, ഓരോന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1000-1500 രൂപയൊക്കെ കിട്ടുന്നുണ്ട്. അതെ, അതെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ചെറിയ കുട്ടികൾക്ക് അവർക്ക് അവരുടേതായ സ്കില്ലുകൾ കണ്ടെത്തിയിട്ട് അവരതിൻ്റെ മേഖലയിൽ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഏത് മേഖലയാണോ സ്കില്ലുള്ളത് ആ സ്കില്ലുള്ള മേഖല നമ്മൾ കണ്ടെത്തുകയും അതിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തുകയും ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. നമ്മുടെ കുട്ടികളുടെ സ്കില്ല് കണ്ടെത്താനും വളർത്താനുമുള്ള സാഹചര്യം എന്താണ് ശരിക്കുള്ളത്? നമ്മൾ ആലോചിക്കുക ഇപ്പോൾ ഈ വെക്കേഷൻ സമയമാണല്ലോ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണുന്ന കാഴ്ചകളൊന്ന് ജസ്റ്റ് പറയാൻ പറ്റുമോ? ഈ വെക്കേഷൻ്റെ ഒരു സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ യാത്ര ആ, പോകുമ്പോൾ അതെ, അതെ. എന്തൊക്കെ ശരിയാണ്. കാണുന്നത്? അതെ. യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളെ, ചെറിയ കുട്ടികളെ, ചെറിയ കച്ചവടങ്ങൾ അല്ലേ, പല നിലക്കുള്ള കച്ചവടം എന്നാൽ വലുതാക്കി ഉയർത്തിക്കെട്ടിയ കച്ചവടങ്ങളുണ്ട്, ചെറിയ അതുമാത്രമല്ല, കച്ചവട സ്ഥാപനങ്ങൾ മാത്രമല്ല, അവർ നമ്മളതിലേക്ക് ഇങ്ങനെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്. അത് സഹിക്കാൻ പറ്റാത്ത. സ്വാഭാവികമായിട്ട് നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സാധനമെങ്കിൽ ഈ കുട്ടികളെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇമ്പ്രഷൻ തോന്നുന്നില്ല. അതെ, അതെ. ഞാനത് ചോദിക്കാറെന്നറിയോ, ആ കുട്ടികൾക്ക് സോഷ്യൽ സ്കില്ല് ഭയങ്കരമായിട്ടുണ്ട് അല്ലേ. ഒരു ബിസിനസ് ട്രിക്ക് ആളുകളെ പിന്നെ ചിലത് സോഷ്യൽ മീഡിയയിൽ വളരെ രസകരമായിട്ട് നമ്മൾ കണ്ട ചില കാഴ്ചകൾ, കണക്കറിയില്ല ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്ന് വലിയൊരു ബോർഡിൽ അവിടെ അതെ, എഴുതി വെച്ചതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടികൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഫ്ലെക്സിബിലിറ്റി ഉള്ള ആളുകളാണ്. അതെ. അവർ ബിസിനസ് മേഖലയിലേക്കൊക്കെ ഭാവിയിൽ നല്ല 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 ഉയർന്ന ബിസിനസ് മാൻമാരായിട്ട് കച്ചവടക്കാരായിട്ട് വരേണ്ട ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ നന്നായിട്ട് താല്പര്യമുള്ളൊരു കുട്ടി അല്ലേ, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വെക്കേഷൻ വന്നപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടിയല്ല കേട്ടോ, അപ്പോൾ ഇങ്ങനെ ഉപ്പനോട് പറയണത് എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരും, ഞാൻ കച്ചവടം ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു സ്കില്ല് അവനിലുണ്ട് എന്നുള്ളതാണ്. അതെ, അതെ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അവിടെ സ്കില്ലുകൾ നമ്മുടെ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മുമ്പൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അവർ നിരന്തരം അവരെ നിരീക്ഷിക്കുമ്പോൾ ഏത് മേഖലയിലാണോ അവർക്ക് കൂടുതൽ താല്പര്യമുള്ളത്, വിഷൻ പാഷനൊക്കെ നമ്മൾ പറയலாம், അതൊക്കെ ഒഴിവാക്കാം. നമുക്ക് ലാസ്റ്റ് ഒരു വാക്ക് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും, അവർക്ക് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ താല്പര്യമുള്ള മേഖല. ഫോണിൽ റീൽസ് ഷോർട്സ് അതല്ല ഉദ്ദേശിച്ചത്, ആ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇപ്പോൾ ചില കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീട്ടിൽ എന്ത് കിട്ടിയാലും എഴുതിക്കൊണ്ടേയിരിക്കുന്നതാണ്. അതെ. ഞാൻ എഴുത്തിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറുണ്ടെന്നുള്ള. പ്രോത്സാഹിപ്പിക്കാൻ കാരണം ഒന്നുമില്ല, ഇപ്പോൾ മലയാളത്തിൽ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം മരണപ്പെട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇന്നും ബുക്ക് സ്റ്റാളുകളിൽ വിൽക്കാനുണ്ടെന്നുള്ളതാണ്. അതെ. ഒരു പുസ്തകം വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു റോയൽറ്റി അല്ലേ, ഒരു നിശ്ചിത ഒരു വിഹിതം, അത് 10% മുതൽ 60% വരെയൊക്കെയാണ് ചില ആളുകൾ വാങ്ങിക്കാറുള്ളത്. എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഓതേഴ്സിന്. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ സ്വാഭാവികം അദ്ദേഹം മരണപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഫാമിലിക്ക്, മകന് മകൾക്ക് ഒക്കെ ആയിരിക്കും അത് കിട്ടുക. അതുപോലെ തന്നെ മലയാളത്തിലെ മറ്റൊരു വളരെ പ്രശസ്തമായൊരു പുസ്തകമായിരുന്നു
പിന്നെ ആടുജീവിതം എന്ന് പറയുന്നത് അതെ അല്ലേ, ബെന്യാമിൻ എന്ന ആളാണ് അത് എഴുതിയിട്ടുള്ളത്. അതെ ആ പുസ്തകം ഏകദേശം ഞാൻ മനസ്സിലായി. ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിൽ കാര്യങ്ങൾ പറയാറുണ്ട്. ഒരു സിമ്പിൾ ലോജിക്ക് കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 400-ലധികം കോപ്പികൾ അത് വിറ്റുപോയിട്ടുണ്ട്. 400 പതിപ്പിൽ അല്ലേ, പതിപ്പ് 400-ലധികം പതിപ്പുകൾ. ഒരു പതിപ്പ് എന്ന് പറഞ്ഞാൽ മിനിമം 10,000 കോപ്പിയാണ്. അതെ ചിലത് ലക്ഷം കോപ്പികളൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു പുസ്തകത്തിൽ അതിൽ നിന്നൊരു 50% അല്ലെങ്കിൽ 40% റോയൽറ്റി ആയിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് അദ്ദേഹം ആ പുസ്തകം എഴുതിയതിന് ശേഷം ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് ഒരു പുസ്തകത്തിലൂടെ കിട്ടിയതാണ്. ഒരു സ്കില്ലല്ലേ എഴുത്തെന്ന് പറയുന്നത്. അതെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളായിട്ട് സ്വീകരിക്കാൻ ഒരുപാട് ആൾക്കാർ ഓടി വരും അല്ലേ. അതെ കച്ചവട സ്ഥാപനങ്ങളാണെങ്കിലും ഇനി അല്ലാത്ത സ്ഥാപനങ്ങളാണെങ്കിലും അവിടെ ഡെമോൺസ്ട്രേറ്റ് ഒക്കെ ആയിട്ട് നിൽക്കാറുണ്ട്. നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്നതിന് അതെ പറയാം. അതെ അപ്പോൾ നമ്മുടെ മക്കൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. അത് വളർത്താനുള്ള ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമം നമ്മൾ നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ റിസൾട്ട് വന്ന ഈ ഒരു സാഹചര്യത്തിൽ രക്ഷിതാക്കളുടെ എല്ലാവരുടെയും ആഗ്രഹം 10ാം ക്ലാസ് കഴിഞ്ഞ രക്ഷിതാവിൻ്റെ ആഗ്രഹം തൻ്റെ മകൻ തൻ്റെ മകൾ ഏത് കോഴ്സിന് പോകാനായിരിക്കും? സയൻസ് എടുക്കണം, ഉം. സയൻസേ ലോകത്തിൽ വിജയിക്കൂ എന്നാൽ ചില ആൾക്കാർ വിജയിക്കും. അതെ അതെ അങ്ങനെയൊന്നുമില്ല. ഫുൾ A+ കിട്ടിയാൽ കൊമേഴ്സിന് പോകുന്നതും ഹ്യൂമാനിറ്റീസിന് പോകുന്നതും എന്തോ ഒരു മോശം കാര്യം ചെയ്യുന്ന പോലെ ചില രക്ഷിതാക്കൾ സംസാരിക്കാറുണ്ട്. അത്തരക്കാരോട് നമ്മൾ കൺവിൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾ സയൻസ് മാത്രമല്ല എടുക്കേണ്ടത്. ഹ്യൂമാനിറ്റീസാണ് അവർക്ക് ഇഷ്ടമെങ്കിൽ അവർക്ക് അതിന് എടുക്കാനുള്ള മേഖലയുണ്ട്. കാരണം ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ IASനുള്ള പരീക്ഷ എഴുതാൻ പറ്റും, സിവിൽ സർവീസിൻ്റെ പരീക്ഷ എഴുതാൻ പറ്റും, അതെ വേറെ ഒരുപാട് പരീക്ഷകൾ എഴുതാൻ. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരായ ആൾക്കാർ, കൊമേഴ്സ് പഠിച്ച ആൾക്കാർ, നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അല്ലേ, അദ്ദേഹം ഒരു ലോകത്തിലെ തന്നെ ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഡൽഹിയിലെ ഒരു കോളേജിൽ അഡ്മിഷൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവിടെയുള്ള പല സയൻസ് വിഷയങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ ഒരു നമ്പർ 1 കോളേജിൽ അഡ്മിഷന് വരുന്നത് BComനും അതുപോലെ തന്നെ BA എക്കണോമിക്സിനുമാണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താ, അതിൻ്റെ പിന്നിലുള്ളൊരു സയൻസ് ഉണ്ടാവുമല്ലോ, അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ലോകത്ത് ഇനി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സാമ്പത്തിക വിദഗ്ധരെയാണ്. അപ്പോൾ കോമേഴ്സ് പഠിക്കണം, അതുപോലെ എക്കണോമിക്സ് പഠിക്കണം എന്നുള്ളതാണ്. അപ്പം വ്യത്യസ്തമായ കോഴ്സുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ മക്കളുടെ സ്കില്ലുകൾ ഏതാണെന്ന് കണ്ടെത്തുക, അവർക്ക് താല്പര്യമുള്ള ഇഷ്ടമുള്ള മേഖലകൾ, അതിലാണ് അവരുടെ സ്കില്ല് മിനിമം ഉണ്ടാവുക. പിന്നെ അത് വളർത്തിക്കൊണ്ടുവരുവാൻ എത്രത്തോളം നമ്മൾ പരിശ്രമിക്കുന്നോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അത് വളർന്നു വരും, അവരുടെ മേഖലയിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ അപ്പോൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നൽകി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം 4 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ഒരൊറ്റ പോയിന്റ് കൂടി പറഞ്ഞാൽ നമുക്കത് അവസാനിപ്പിക്കാൻ തോന്നുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞൊരു നല്ല ലക്ഷ്യം തന്നെ, ഗോൾ സെറ്റിംഗ് വേണം. അതുപോലെ തന്നെ നല്ലൊരു നെറ്റ്വർക്കിംഗ് അതിന് വേണ്ടിയിട്ട് വേണം. നമ്മളെ ഉറച്ച അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നിരന്തരം അല്ലേ, കൺസിസ്റ്റൻസി അതെ വേണം. അതെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യണം. ആൻഡ് 5ാമത്തെ ഒരു പോയിന്റ് ഫൈനൽ ചെയ്യുമ്പോൾ എനിക്ക് പറയണം തരുമോ, ഡിറ്റർമിനേഷൻ എന്നൊരു ടേമാണ്. ഉറച്ച തീരുമാനം ആ, അല്ലേ. അതെ നമ്മൾ നാടൻ ശൈലിയിൽ പറയുന്നുണ്ട്, കോഴി അയലമ കയറി അതെ ആവരുത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും അല്ല അതെ ഇങ്ങോട്ടും അല്ല എന്നുള്ള ആ ഒരു കാര്യമാവരുത്. അത് ചെയ്യണോ ഇത് ചെയ്യണോ, അങ്ങനത്തെ പല കുട്ടികളും നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്താ പറയുക, ഒന്നിലും അവർ ഉറച്ചു നിൽക്കില്ല എന്നുള്ളത്. ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നല്ല സംഖ്യ കൊടുത്തിട്ട് ചേരും, 4-5 മാസം കഴിയുമ്പോൾ അത് വിട്ടേച്ച് ഒഴിവാക്കിയിട്ട് പോരും, അതെ അതെ വേറൊരു കോഴ്സിന് പോകും, അതാണ് നല്ലതെന്ന് തോന്നും, വീണ്ടും അവിടെ നിന്ന് എന്ത് ചെയ്യും, പിന്മാറിയിട്ട് തിരിച്ചു വരും. അഥവാ അങ്ങനെ മാറി 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 ഒരു സൂപ്പർ മാർക്കറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങും. നമ്മൾ ഒരേ ഹൈപ്പർ മാർക്കറ്റിലല്ലല്ലോ പോകുക, അതെ അതെ ഒരേ സൂപ്പർ അവിടെ പോയിട്ട് ഒരു സാധനമല്ലല്ലോ വാങ്ങും, വ്യത്യസ്തമായത്. അതേപോലെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ഒരുപാട് സമയനഷ്ടം ഉണ്ടാവണമെന്ന്, അതെ സാമ്പത്തികമായ നഷ്ടം അതിലേറെ വരുന്നു. പിന്നെ അവസാനം നിരാശ ബാധിച്ച് എവിടെയും എത്തിച്ചേരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അതെ അപ്പം അതുകൊണ്ട് ഉറച്ച തീരുമാനമായിട്ട് ഒരു ഫൈദാസം തവക്കലുള്ള അതാണല്ലോ വിശുദ്ധ അതെ ഖുർആനിലെ അതെ ആയത്ത്. അഥവാ നമ്മളൊരു കാര്യം ഒക്കെ കൂടിയാലോചനയൊക്കെ നടത്തി ലക്ഷ്യമൊക്കെ നിർണ്ണയിച്ച് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ അടിയുറച്ച് അതെ മുന്നോട്ട് ഉറച്ചു പോവുക. നിൽക്കാൻ അതിൽ അള്ളാഹിൻ്റെ ഖൈറും ബർക്കത്തും ഉണ്ടാവും എന്നുള്ളതാണ്. അവിടെ ഒരു അതാണോ ഇതാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ചില രക്ഷിതാക്കൾ പറയാനുള്ള അറിയോ, സാറേ ഞാൻ ഇന്ന കോഴ്സിനെ അവർ ചേർത്തിന്, പക്ഷെ ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഇന്നൊരാൾ പറഞ്ഞു അതെ അത് വേണ്ടിയിരുന്നോ, ഉം. ഇനിയിപ്പോൾ എന്താ നിങ്ങളെ അഭിപ്രായം ചോദിക്കും. അപ്പോൾ ഞാൻ പറയാനുള്ളത്, നിങ്ങൾ എടുത്തു ചാടിയിട്ടല്ലല്ലോ ഇത് തീരുമാനിച്ചത്, വളരെ നല്ല കൂടിയാലോചനയൊക്കെ നടത്തി അതിൻ്റെ ഒരുപാട് അവസരങ്ങൾ നോക്കിയിട്ടാണല്ലോ എടുത്തത്. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിൻ്റെ പേരിൽ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും വരരുത്. തീർച്ചയായിട്ടും മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതിലെന്തായാലും ഒരു ഖൈറോ ബർക്കത്തൊക്കെ അള്ളാഹു തരും എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നല്ല ലക്ഷ്യമൊക്കെ നിർണ്ണയിച്ച് സ്ഥിരമായിട്ട് പരിശ്രമമൊക്കെ നടത്തി അതിന് വേണ്ട സ്കില്ലുകളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ ഉറച്ച തീരുമാനമായിട്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥന എന്നത് അതെ അതിൻ്റെ അനിവാര്യമാണ്. അകക്കാമ്പാണ്, അനിവാര്യമാണ്.
നിരന്തരമായിട്ട് അത് വിജയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മുടെ എല്ലാ മക്കൾക്കും നമുക്കൊക്കെ നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കണം. ആമീൻ. തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ 5 കാര്യങ്ങളാണ് കൃത്യമായി നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ഈ കാര്യങ്ങളിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് ഒരു നല്ലൊരു കരിയർ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനയോടെ നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വഹ്റദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.